1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. വേനലാരംഭത്തിൽ തന്നെ ചൂട് കനത്തു തുടങ്ങി. ചൂട് കനത്തതോടെ തണ്ണിമത്തൻ വരവും വിൽപ്പനയും വർദ്ധിച്ചു. രുചിയിലും കളറിലും വൈവിധ്യങ്ങൾ നിറഞ്ഞ നിരവധി തണ്ണിമത്തനുകളാണ് ചൂടിനെ തണുപ്പിക്കാൻ ഇന്ന് വിപണിയിലെത്തിയത്. റിപ്പോർട്ടർ സാജിദായി പകർത്തിയ കാഴ്ചകളിലേക്ക്. വേനൽക്കാലത്തേക്ക് വിളവെടുപ്പിന് പാകമാക്കിയാണ് ഒട്ടുമിക്ക തണ്ണിമത്തൻ തോട്ടങ്ങളും തയ്യാറാക്കുന്നത്. കേരളത്തിൽ ചൂട് അസഹ്യമായി തുടങ്ങിയതോടെയാണ് തണ്ണിമത്തന് ആവശ്യക്കാർ ഏറിയത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി ധാരാളം തണ്ണിമത്തൻ വിൽപ്പനശാലകളാണ് ആരംഭിച്ചിട്ടുള്ളത്. മൊത്ത കച്ചവടക്കാരും ചെറുകിട വ്യാപാരികളും കൂടിയ തോതിലാണ് തണ്ണിമത്തൻ ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തത്. തണ്ണിമത്തന് ആവശ്യക്കാർ ഏറെയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇപ്പോൾ സീസൺ തുടങ്ങുകയാണ് വത്തക്കൻ്റെ. ഇപ്പോൾ വത്തക്ക ഒരു മാർക്കറ്റ് ഒരു 20 രൂപ മാർക്കറ്റിൽ വില ഉണ്ട്. ഇപ്പോൾ ഒരു 24-25 രൂപക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സീസൺ തുടങ്ങി, ഇനി നോമ്പാണ് വരുന്നത്. സീസണിൻ്റെ ഒരു കച്ചവടമൊക്കെ ഉണ്ട്, ഇപ്പോൾ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള സാധനമൊക്കെ ഇപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് ഇപ്പോൾ വരുന്നത്. മൊത്തത്തിൽ ഫ്രൂട്ട്സിൻ്റെ അവസ്ഥ അതാണ്. അവസ്ഥയിൽ ഫ്രൂട്ട്സ് ഡിമാൻഡ് ഉണ്ട്. സാധനത്തിന് ഇപ്പോൾ നല്ല ഡിമാൻഡ് വരുന്നുണ്ട്. ഇനി നോമ്പാകുമ്പോൾ ഒന്നുകൂടി ഡിമാൻഡ് കൂടും. ഒരു നോമ്പിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ തന്നെ വത്തക്കയ്ക്കൊക്കെ വില കൂടാൻ ചാൻസ് കൂടുതലാണ്. പൊതുവെ അങ്ങനെയാണ്. എല്ലാ കുറിയും നോമ്പാകുമ്പോൾ ആ ടൈം ആകുമ്പോൾ വില കുറച്ച് കൂടുതൽ വരും. തണ്ണിമത്തൻ കൂടുതലായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് എത്തുന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രമാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ തന്നെ തമിഴ്നാട്, മദ്രാസ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും തണ്ണിമത്തൻ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. മലയാളികൾ തന്നെ മൊത്തത്തിൽ തോട്ടങ്ങൾ വിലയ്ക്ക് വാങ്ങി അവിടെ നിന്നാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മൊത്തമായി തണ്ണിമത്തൻ എത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ തോട്ടങ്ങൾ ഒന്നിച്ച് വിലയ്ക്ക് വാങ്ങി തമിഴ്നാട്ടുകാരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കുകയും മലയാളികളെ മേൽനോട്ടത്തിന് നിയമിക്കുകയുമാണ് വൻകിട കച്ചവടക്കാർ ചെയ്യുന്നത്. ഇറാനി, മൃദുൽ, വിശാൽ, നന്ദാരി, ജനാത്ത് തുടങ്ങിയ വിവിധ ഇനങ്ങളാണ് ഇന്ന് കേരളത്തിൽ വിപണിയിലെത്തിയത്. മദ്രാസ്, ദിണ്ടി വനങ്ങളിൽ നിന്നും വരുന്ന ജനാത്തിനാണ് കൂടുതൽ ഡിമാൻഡുള്ളത്. മറ്റുള്ളവയിൽ നിന്നും താരതമ്യേന കുരു കുറവും നിറവും മധുരവുമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. നല്ല മൂത്ത നല്ല ചുവപ്പുള്ള കായ് ആണ് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ തന്നെ ഉള്ളിൽ മഞ്ഞയുള്ള വെറൈറ്റികളും പിന്നെ മഞ്ഞ കളറുള്ളതും പിന്നെ ജന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണുന്ന വത്തക്ക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ സീഡ് കുറവായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഷമാമും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും പിന്നെ മദ്രാസ് ദിണ്ടിവനം എന്ന് പറഞ്ഞുള്ള സ്ഥലത്തുനിന്ന് വരുന്ന ബ്രീഡാണ്. അതുപോലെ തന്നെ ഇത് പിന്നുള്ളൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പുറത്ത് മഞ്ഞയുള്ള ഒരു കായാണുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിശാൽ എന്ന് പറയുന്നൊരു ബ്രീഡാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല മധുരവും നല്ല ഗുണവുമുള്ള വത്തക്കയാണെന്നാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതിനാലും മിതമായ വിലയ്ക്ക് ലഭിക്കുമെന്നതിനാലുമാണ് തണ്ണിമത്തന് ആവശ്യക്കാർ ഏറി വരുന്നത്. സാധാരണ ചെറുകിട കച്ചവടക്കാർ 20 രൂപ മുതൽ 25 രൂപ വരെ ചില്ലറ വിൽപ്പന നടത്തുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതിനു പുറമെ വിവിധ വിദേശ രാജ്യങ്ങളിലുള്ള പലതരത്തിലുള്ള തണ്ണിമത്തനുകളും വിപണിയിൽ ലഭ്യമാണ്. ചൂട് കനക്കുന്നതോടെ തണ്ണിമത്തൻ വിൽപ്പന പൊടിപൊടിക്കുമെന്ന് തന്നെയാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. റമദാൻ ആരംഭിക്കുക കൂടി ചെയ്യുന്നതോടെ തണ്ണിമത്തൻ വിൽപ്പനയിൽ വർധനവുണ്ടാകുമെന്നും കച്ചവടക്കാർ പറയുന്നു. തണ്ണിമത്തൻ വിൽപ്പനയ്ക്ക് പുറമെ തണ്ണിമത്തൻ ജ്യൂസുകളും തണ്ണിമത്തൻ ഉപയോഗിച്ചുള്ള പലതരം പാനീയങ്ങളുടെ വിൽപ്പനയും വഴിയോരങ്ങളിൽ സജീവമാണ്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.